സെറ്റായി തോന്നുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞ് പണിക്ക് വരണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ, എനിക്ക് ഉള്ളി മുറിക്കാൻ അറിയില്ല. അങ്ങനെ ഞാനാകെ അവിടുന്ന് എന്താ. ഹലോ ഗൈസ്, ഇപ്പോൾ കഥ എന്താ വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ജോബിൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടേ. അപ്പം അങ്ങനെ ഈ പുള്ളി എന്നോട് പറഞ്ഞ്, പഞ്ചാബി, ഇന്ത്യൻ പഞ്ചാബിയാണ് പുള്ളി, കുറേ വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ്. പിന്നെ അവിടെ വേറൊരു നോർത്ത് ഇന്ത്യക്കാരനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വർക്കിന്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാനൊരു ഉള്ളി എന്തോ കട്ട് ചെയ്യാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് ഉള്ളി തൊലിക്കാൻ അതേപോലെ കട്ട് ചെയ്യാനൊന്നും അങ്ങനെ നേരെ അറിയില്ല. കാരണം നമുക്കിത് പരിചയമില്ലല്ലോ. കാരണം വീട്ടിലാണെങ്കിൽ പിന്നെ ഉമ്മയും അതേപോലെ പെങ്ങന്മാരെല്ലാം കുക്കിംഗ് ചെയ്യാറ്. അപ്പോൾ നമുക്കവിടെ എന്താണ് കിച്ചണിൽ റോളേ ഇല്ല. അപ്പോൾ എന്നിട്ട് എന്നോട് പുള്ളി പറഞ്ഞ് യു ആർ എ സീറോ എന്ന് പറഞ്ഞു. ഞാനാകെ എന്ത് പറയേണ്ടത്, ഞാനാകെ ഇല്ലാണ്ടായിപ്പോയി. കാരണം എന്നോട് പുള്ളി പിന്നെ ഇത്രയും വലിയ എന്ത് പറയുന്നത്, നമ്മളാ ഒരു ഈഗോ അടിച്ചില്ലേ, ഈഗോ അടിക്കാന്നൊക്കെ പറയില്ലേ. പിന്നെ എന്നിട്ട് എന്നോട് പറഞ്ഞ് പിന്നെ എനിക്കിവിടെ പണിയെടുക്കാൻ പറ്റില്ല, ഞാൻ വേറെ ആളെ നോക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് വേറെ ആരോ സെറ്റായി തോന്നുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞ് പണിക്ക് വരണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ, എനിക്ക് ഉള്ളി മുറിക്കാൻ അറിയില്ല. അങ്ങനെ ഞാനാകെ അവിടുന്ന് എന്താ ഡെസ്പായിട്ട് നേരെ പുറക്കേക്ക് വന്ന്. പിന്നെ പെങ്ങളോടൊന്നും ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം അവളെ വെറുതെ വിഷമിപ്പിക്കണ്ട വിചാരിച്ചു. പിന്നെ അങ്ങനെ ഇതിൻ്റെ പൈസ തരണമല്ലോ, 2 ദിവസം പണിയെടുത്തല്ലേ. പിന്നെ അങ്ങനെ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പം ഫസ്റ്റ് പോയപ്പോൾ പറഞ്ഞ് ഇവിടെ ബോസ് ഇല്ല, പിന്നെ വാന്ന് പറഞ്ഞ്. അങ്ങനെ രണ്ടാമത് പോയി രാത്രി. പിന്നെ അപ്പം എൻ്റെ വീട്ടിൽ നിന്നൊരു 15 മിനിറ്റ് നടക്കാണ്ട്. തണുപ്പത്ത് ജാക്കറ്റും പിന്നെ ഇതൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ പോയി. എന്നിട്ട് പുള്ളി എന്നെ അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്യിപ്പിച്ചു. പുള്ളി എന്തോ ഡെലിവറി ചെയ്യായിരുന്നു. അപ്പോൾ പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് വന്ന്. എന്നിട്ട് എനിക്ക് 50 പൗണ്ട് വന്നു. അതായത് ഞാൻ 2 ദിവസം വർക്ക് ചെയ്തിരുന്നു. 2 ദിവസം വർക്ക് ചെയ്തെങ്കിൽ ശരിക്കും 90 പൗണ്ട് തരണം എനിക്ക്. പക്ഷെ പുള്ളി തന്ന 50 പൗണ്ട്. ഞാൻ ചോദിച്ചത് എന്താ 50 പൗണ്ട്? അപ്പോൾ പറഞ്ഞ് അത് ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റേ പുള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ വെറുതെ എന്താണ് വല്ലി പൈസന് വലിയ കഥാഗിരി കാര്യമൊന്നും ഇല്ലാണ്ട് ഞാൻ പിന്നെ തിരിച്ചു വന്ന്. അങ്ങനെയാണ് കഥ. അപ്പോൾ ബാക്കി എനിക്ക് കുറേ ജോലികളുണ്ട്. അപ്പോൾ അതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, സി യു.